നേരത്തെ ജോസഫ് ചെല്ലപ്പള്ളി പറഞ്ഞ പോലെ 78-79 കാലത്തെ നിയമം ഇപ്പോഴും അതേപടി നടക്കുന്നതിനകത്തെ പ്രശ്നങ്ങളുണ്ട്. കഹാർ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള 2-3 നിർദ്ദേശങ്ങളുണ്ട്. അതിൽ തന്നെ പ്രധാനമായും പറയുന്നുണ്ട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതേ സ്ഥലത്തെ അപ്പോഴത്തെ തർക്കം അപ്പോഴത്തെ പ്രശ്നം പഠിച്ചതിന് ശേഷം അതിനകത്തൊരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ. അതായത് നേരിട്ട് ഏതെങ്കിലും ഒരു നിയമം അങ്ങോട്ട് പറ്റില്ല എന്നുള്ളതുണ്ട്. എന്തായിരിക്കണം നമ്മുടെ മാറിയ സാഹചര്യത്തിൽ ഇവർക്ക് കൂടി സ്വീകാര്യമായ ഒരു തീരുമാനം? മഷ്ല 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡിയുടെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് മൈക്കൽ ഓസ്ബോൺ എന്നൊരാളാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, സ്റ്റഡിയുടെ അഭിപ്രായത്തിൽ, വരുന്ന വർഷങ്ങളിൽ, വരുന്ന 10 വർഷത്തിനിടയിൽ അമേരിക്കയിലെ 49% ഇന്ന് നിലനിൽക്കുന്ന ജോലികളും ഇല്ലാതാവും. അമേരിക്കയിലാണ്, ഇന്ത്യയുടേതല്ല. ഇത് അടുത്ത് നമുക്ക് നോക്കാം. വേൾഡ് ബാങ്കിൻ്റെ അനാലിസിസ് ആണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന 69% ജോലികൾ, ഇന്ത്യയിലുള്ള 69% ഇന്ന് നിലനിൽക്കുന്ന ജോലികളും ഈ രീതിയിലാവില്ല ഭാവിയിൽ ഉണ്ടാകുന്നത്. ഇത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ അനാലിസിസ് ആണ്. ഏഷ്യയിലുള്ള ഏതാനും രാജ്യങ്ങളിൽ മാത്രമായിട്ട് 5 മില്യൺ 50 ലക്ഷത്തോളം ജോലികൾ ഇന്നുള്ളത് ഭാവിയിൽ ഇല്ലാതാകും. അതായത് ഈ പറയുന്നത് എല്ലാം തന്നെ ഡ്രൈവർ മുതൽ ഡോക്ടർമാർ വരെ നോളജ് ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെ നിൽക്കുന്ന പല തൊഴിൽ രംഗത്തുള്ള ആൾക്കാരുടെ ജോലി നഷ്ടമാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ കയറ്റിയിറക്ക് തൊഴിലാളികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ഇപ്പോൾ ഇതൊരു ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ടാണല്ലോ നഷ്ടമാകുന്നത്. കയറ്റിയിറക്ക് തൊഴിലാളികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി 10 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമാവാൻ തുടങ്ങിയതാണ്. അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് വ്യാപകമായ ടെക്നോളജി കൊണ്ട് തന്നെ ആ ജോലി വലിയൊരു രീതിയിൽ നഷ്ടമാവാൻ തുടങ്ങിയതാണ് അവിടെ. ഇത് ഇനി വരുന്ന വർഷങ്ങളിൽ മാക്സിമം ഒരു 5 വർഷത്തോടുകൂടിയോ അല്ലെങ്കിൽ ഒരു 6-7 വർഷമായിരിക്കും ടു ദ മാക്സിമം നമ്മൾ തടഞ്ഞു നിർത്തിയാലും ഈ പ്രവർത്തനങ്ങൾ മാനുവലായി മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമാകുന്നത്. ഇനി അടുത്ത് ഇതിൽ ഏറ്റവും അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഇവർക്ക് ഇങ്ങനെ കയറ്റിയിറക്ക് തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു തൊഴിൽ രംഗത്തിനെ നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ അവർക്ക് കിട്ടേണ്ട ഒരു വലിയ രീതിയിലുള്ള ജോലി ഒരു സൈഡിൽ നഷ്ടമാകും. അപ്പോൾ ഇത് ഗാർഹികത്തിൻ്റെ വിഷയം പറഞ്ഞല്ലോ, അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവരുടെ മെജോറിറ്റി ചങ്ക് ഇവർക്ക് ലാഭം ഉണ്ടാവേണ്ടത്, പൈസ കിട്ടേണ്ടത് ഇൻഡസ്ട്രിയൽ കയറ്റുമതിയിലൂടെയാണ്. അതായത് 2 വാഷിംഗ് മെഷീൻ മുകളിൽ കയറ്റുന്നത് കൊണ്ടോ ഒരു കട്ടിൽ താഴെ ഇറക്കുന്നത് കൊണ്ടോ അല്ല ഇവർക്ക് കിട്ടേണ്ട കാശ്. ഇവർക്ക് കിട്ടേണ്ട കാശിൻ്റെ വലിയൊരു ചങ്കും വരേണ്ടത് ഇൻഡസ്ട്രിയൽ രീതിയിലാണ്. അവിടെ ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു? ഓട്ടോമേഷൻ ഒരു വലിയ റോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഇവരെ തൊഴിലാളികൾ നിങ്ങൾ ഈ രംഗത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യണം, ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് നിർത്തുകയും തൊട്ടപ്പുറത്ത് ആ ജോലി നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന റിയാലിറ്റി തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ഈ സാധാരണക്കാരനായ ആ രംഗത്ത് നിൽക്കുന്നവൻ എന്തെങ്കിലും ഒരു പണി വേണ്ടേ? അവന് വരുമാനം വേണ്ടേ? അപ്പോൾ അവൻ ഈ രീതിയിലുള്ള നോക്കുകൂലിയിലേക്ക് തിരിയാതിരിക്കില്ല. അതുകൊണ്ട് അവനെ ക്രിമിനൽ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവനെ നമ്മൾ തെറ്റുകാരനാക്കുന്നതിലോ അവനെ പിടിച്ചുപറിക്കാരനാക്കുന്നതിലോ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. മറിച്ച് സർക്കാരും തൊഴിലാളി സംഘടനകളും ചെയ്യേണ്ടത് ഈ കടവരാന്തയിൽ വെറുതെ ഇരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ 4 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ ഇനി തുടർന്നു പോകാൻ കഴിയുകയില്ല എന്നുള്ള എന്താ പറയുക, ആ ഒരു ടഫ് റിയാലിറ്റി അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഇവിടെ ഇപ്പോൾ തൊഴിലാളി രംഗത്തുനിന്ന് വന്നിട്ടുള്ള മുൻ മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം 100% തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനമാണ് ഇവിടെ നടത്തിയത്. ഇവിടെ പ്രാദേശികമായിട്ടുള്ള ചില ലീഡർഷിപ്പ് കൂടി ചേർന്നിട്ട്, ഒറ്റപ്പെട്ടതാവാതെ ചേർന്നിട്ട് ഇതൊരു ശൃംഖലയാണ് എന്ന് പറയുകയാണ്. അതിലൊരു അടിസ്ഥാനവുമില്ല. ഞാനിവിടെ രാഷ്ട്രീയമായി ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല, തെറ്റിദ്ധരിപ്പിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞതിൻ്റെ അത്ര 4-1 ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, അതൊരു വസ്തുതയാണ്. ഞാൻ പറഞ്ഞ എന്താ, ഇതിലെ പ്രശ്നം എന്താണ്? പണിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളിയെ സംബന്ധിച്ചിട്ടുള്ള വിഷയമല്ല ഇവിടെ വരുന്നത്. അത് ചർച്ച ചെയ്യാനുള്ള വേദികളുണ്ട്, അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. ആ നിയമത്തിൻ്റെ പോരായ്മയുണ്ടെങ്കിൽ ചർച്ച ചെയ്യേണ്ട വേദികളുണ്ട്, അവിടെ ചർച്ച ചെയ്യാൻ പരിഹരിക്കാം. ഇപ്പോൾ ചാലക്കമ്പോളത്തിലെ പാളയം കമ്പോളത്തിലെ വിഷയമല്ല. കൂലിയുടെ കുറവുണ്ടെങ്കിൽ എല്ലാ ജില്ലാ ബോർഡുകളിലെ ഇത് കൂലി നിശ്ചയിക്കുന്നതും ചെയ്യുന്നതും അതിനൊരു സംവിധാനമുണ്ടല്ലോ. ഇത് 78 വന്ന നിയമം 2004-ലോ 2005-ലോ പരിഷ്കരിച്ചു. അതിനുശേഷം പിന്നത്തെ LDF ഗവൺമെൻറ് വീണ്ടും പരിഷ്കരിച്ചാണ്, 2010 മുമ്പ് പരിഷ്കരിച്ചാണ് അവസാനം നിലനിൽക്കുന്ന നിയമം. അതിലൊരു മാറ്റവും ഞാൻ വരുത്തിയില്ല, ഞാൻ വരുത്താനും ഉദ്ദേശിച്ചില്ല. എനിക്ക് ഏറ്റവും അധികം ഈ കാര്യത്തിൽ ഈ നീക്കങ്ങളോട് പിന്തുണ പ്രഖ്യാപിച്ചത്, തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല, CITU ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് നടപ്പിലാക്കുന്ന വരുമ്പോൾ അത് നടന്നില്ല എന്ന വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതുകൊണ്ടാണല്ലോ നമ്മൾ കഹാർ കമ്മിറ്റിയെ വെച്ച്, CITൻ്റെ അടക്കം പ്രതിനിധിയെ വെച്ച് കഹാർ കമ്മിറ്റിയെ വെച്ച് ഏത് തൊഴിൽ നഷ്ടം വരുന്ന മേഖല, ടിപ്പർ വരുന്ന ടിപ്പറിൽ ഏതൊക്കെ അനുവദിക്കാം, ഏതൊക്കെ അനുവദിച്ചുകൂടാ, ഇതൊക്കെ ഓർഗനൈസ്ഡ് മേഖലയിൽ ഈ നിർമ്മാണ സൈറ്റുകളും അങ്ങനെയുള്ളത്തെ പഠിക്കാനാണ് വെച്ചത്. ആ പഠിച്ച റിപ്പോർട്ട് അവർ തന്നെങ്കിലും റിപ്പോർട്ട് തന്നപ്പോൾ ഞാനൊരു യൂണിയൻ്റെ പേര് പറയാൻ തയ്യാറാകുന്നില്ല, അതിനെ എതിർത്തയാണ്. അതും രണ്ടും രണ്ടായി കാണുക
LDF ഗവൺമെൻറ് ആത്മാർത്ഥമായി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് ഈ സംസ്ഥാനത്ത് അവസാനിപ്പിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒറ്റ കാര്യം. അതായത് നോക്കുകൂലി മാത്രമാണ് നമ്മുടെ വിഷയം. നോക്കുകൂലി മാത്രം. അതായത് തൊഴിലെടുക്കുന്ന ചുമട്ട് തൊഴിലാളിക്ക് കാശ് കൊടുക്കുന്നതിനകത്ത് ആരും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് മടി വിചാരിക്കുന്ന ഒരാളല്ല ശ്രീ ചിറ്റിലപ്പള്ളിയെ പോലുള്ളവർ. അവർക്ക് തന്നെ സ്വന്തമായി ലേബറുണ്ട്. ഇനി രണ്ട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന് പൊതുസ്ഥലങ്ങളിലേത്, രണ്ടാമത് സാധാരണക്കാരായ ജനങ്ങൾ. അവിടെ വലിയ കൊള്ള നടക്കുന്നുണ്ട് ശ്രീ പ്രതാപൻ. അതായത് ഒരു വീട് മാറുന്ന സമയത്തൊക്കെ ഒരു റേറ്റ് പറയും. ആ റേറ്റ് കിട്ടിയിരിക്കണം. തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. കൈവണ്ടി വിളിക്കും. വലിയ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. 4 മണി മുതൽ കാത്തിരിക്കുന്നുണ്ടല്ലേ, പേടിച്ചിട്ട് ഭയന്ന് ചോദിക്കും അവിടെ പ്രശ്നമുണ്ടോ ഇറക്കാൻ. എന്നിട്ട് രാത്രിയാകുമ്പോൾ കള്ളന്മാരെ പോലെ സ്വന്തം സാധനം എടുക്കേണ്ട അവസ്ഥ വരും. അതിന്നും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നോക്കുകൂലിയാണ്. നോക്കുകൂലിയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ നോക്കുകൂലി വരുന്നത് നേരത്തെ ഇവിടെ മുൻ മന്ത്രി പറഞ്ഞ വലിയ വ്യവസായ മേഖലകളിലോ അദ്ദേഹം പറഞ്ഞു വരും. ഞാൻ അങ്ങയോട് കാര്യം പറയുന്നു. CITU പറയും നോക്കുകൂലി അംഗീകരിക്കുന്നില്ല. CPM സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു നോക്കുകൂലി അംഗീകരിക്കുന്നില്ല. മുഖ്യമന്ത്രി പറയുന്നു, മന്ത്രിമാർ പറയുന്നു, അങ്ങ് പറയുന്നു. പിന്നെ ആരാ ഈ നോക്കുകൂലി പറഞ്ഞതിനകത്ത് പൂർണ്ണമായ അതിനകത്ത് അടിവരയിട്ട് കാര്യങ്ങൾ അവിടെയാണ് കുഴപ്പം. ഞാൻ അവിടെ കാണുന്നത് ഈ ബാക്കി 2 നേതാക്കന്മാരെ എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്നവരാണ്. അവരൊക്കെ പറയുന്നത് നോക്കുകൂലി ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ അത് താഴെത്തട്ടിലേക്ക് പറയാൻ ഇവർ ധൈര്യപ്പെടുന്നില്ല. താഴെത്തട്ടിലെ തൊഴിലാളിയുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാനും അവൻ്റെ പ്രശ്നം പരിഹരിക്കാനും ഇവർ തയ്യാറാകുന്നില്ല. അത്തരം കാര്യങ്ങൾക്ക് ഗവൺമെൻറ് ഇച്ഛാശക്തി വേണം. ഒരു ഗവൺമെൻറ്റിന് അക്കാര്യത്തിനകത്ത് ഒരു ഇച്ഛാശക്തി വേണം. ഒന്ന്, മാറി വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് തൊഴിലാളികളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇവിടെ ഒരു മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഏറ്റവും ദുർബലമായ ഒരു വകുപ്പാണ് തൊഴിൽ വകുപ്പ്. മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ വകുപ്പിന് വേണ്ടുന്ന മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നിട്ടില്ല. വേണ്ടുന്ന തരത്തിലുള്ള പരിശോധനകൾ നടത്താനുള്ള സംവിധാനങ്ങൾ ആ വകുപ്പിനില്ല. ഇതിനകത്ത് നേരത്തെ മുൻ മന്ത്രി പറഞ്ഞതുപോലെ അക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ എനിക്കൊരു വീട് മാറുന്നു. എനിക്ക് വീട് മാറുന്ന സമയത്ത് ഇവിടെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള കൂലിയുണ്ട്. എനിക്ക് ആ പൈസ ജില്ലാ ലേബർ ഓഫീസിൽ അടയ്ക്കാൻ കഴിയണം. അവിടെ കൊണ്ടുപോയി എനിക്ക് ആ പൈസ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം കയറ്റിക്കൊണ്ടുപോകാനുള്ള സംവിധാനം ഈ രാജ്യത്ത് നിലവിലുണ്ട്. ഈ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴുള്ള ജോലിയുടെ സാഹചര്യങ്ങൾ മാറി, രീതികൾ മാറി, അതിൻ്റെ രീതിശാസ്ത്രത്തിൽ തന്നെ മാറ്റം വന്നു. ഇനിയും നിങ്ങൾ കടുംപിടുത്തം പിടിച്ചു നിന്നാൽ ഈ മാറ്റത്തിൻ്റെ വേഗത കൂട്ടാൻ അപ്പുറത്തു നിൽക്കുന്ന ആൾക്കാർ ശ്രമിക്കുമെന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല എന്ന് തുറന്നു പറയുവാനും ധൈര്യത്തോടുകൂടെ പറയുവാനും. 1. 2, അപ്പോൾ ഈ പറയുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുമോ? അവർക്ക് എന്ത് രീതിയിലേക്കൊരു മാറ്റം വേണമെന്ന് കൃത്യമായ രീതിയിൽ പഠിക്കാനും ഇതെല്ലാം കൊണ്ട് ഗവൺമെൻറ് തലയിലേക്ക് വെക്കുകയും ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യുക മാത്രമാണ് തൊഴിലാളി യൂണിയനുകളുടെ എന്താ പറയുക അവരുടെ റോളെന്ന് പറയുകയുമല്ല. അതിനകത്ത് ഒരു കൃത്യമായൊരു വിഷൻ അവർക്കുണ്ടാവുകയും അതിലെന്തു വേണമെന്ന് തിരിച്ച് സർക്കാരിന് അഡ്വൈസ് ചെയ്യാനും അതിനനുസരിച്ച് പെരുമാറുന്ന രീതിയിലേക്കും തൊഴിലാളി സംഘടനകൾ മാറിയില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ മാറാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവരത് തുറന്നു പറയാനുള്ള ധൈര്യം വേണം. 2, അപ്പോൾ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും തിരിച്ചൊരു റിട്ടാലിയേഷൻ ഉണ്ടാവും. അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ഛാശക്തി അവരതിനകത്ത് കാണിക്കണം. 3, ഈ പറയുന്ന വിഷയങ്ങളിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്ത് അവർക്കൊരു ഓൾട്ടർനേറ്റീവ് കൊടുക്കാൻ പറ്റണം. ഇതൊന്നും ചെയ്യാതിരിക്കാൻ കഴിയുമ്പോൾ എളുപ്പ വഴി എന്താണ്? ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഏൽക്കുക, ഇവിടെ വന്നൊരു കാര്യം പറയുക, അവിടെ പോയി വേറൊരു കാര്യം പറയുക. അപ്പോൾ ഇത് ഇങ്ങനെയാണ് തന്നെ കാര്യങ്ങൾ തുടരുകയും ചെയ്യും. ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് രോഗികളായ ആളുകൾ, അവർക്ക് സ്വന്തം വീടില്ലാത്തവരാണ്. പക്ഷേ അവരുടെ വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ വളരെയേറെ ധാർഷ്ട്യത്തോടെയും അതിക്രമിച്ച് കയറിയും തടസ്സപ്പെടുത്തിയും ഒക്കെ ചെയ്യുന്നതിന് നമ്മൾ നൽകിയിരിക്കുന്ന ഓമന പേരാണ് നോക്കുകൂലി. പല സ്ഥലങ്ങളിലും, ഞാൻ മറ്റു മേഖലയിലെ ഒന്നും പറയുന്നില്ല. അതുപോലെ സേവന മേഖലയിൽ ഒരു ഉദാഹരണം പറയാം. 2000 ആണ്ടിൽ കോബോൾട്ട് തെറാപ്പി യൂണിറ്റ് എന്ന് പറഞ്ഞു ഒരെണ്ണം സാധാരണക്കാരനാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ വിടുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിക്കാനായി വന്നപ്പോൾ നോക്കുകൂലിയുടെ പേരിൽ മാത്രം അത് തടസ്സപ്പെടുകയും ധാരാളം പേർക്ക് അത് മാനുവലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ടൺ കണക്കിന് ഭാരമുള്ള ഉപകരണമാണ്. അത് സാധാരണക്കാരൻ്റെ രോഗനിർണയത്തിനാണ് ഏറ്റവും ഉപകരിക്കുന്നത്. അതിന് തടസ്സം വന്നതുപോലും സ്വകാര്യ മേഖലയ്ക്കാണ് അന്ന് ലാഭം ഉണ്ടായത്. ആ ജോലി എടുക്കുന്ന ആ തൊഴിൽ ചെയ്യുന്നവർക്ക് ചില അവകാശങ്ങളുണ്ട്, തൊഴിലവകാശങ്ങൾ. ഈ ചുമട്ടു തൊഴിലാളികൾക്ക് മാത്രം ആ അവകാശം പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതിനു വേണ്ടി ഉള്ള ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട്, നിയമമുണ്ട്. അത് നടപ്പിലാക്കാൻ സർക്കാരും ലേബർ ഡിപ്പാർട്ട്മെൻറ്റും ഇച്ഛാശക്തി കാണിക്കേണ്ടതാണ്. ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞു ഈ ചുമട്ടു തൊഴിലാളികൾ വേറെ തൊഴിലിന് പോകണമെന്ന്. അവർ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇന്ന് തൊഴിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ്. അവർ ഇൻഫർമേഷൻ ടെക്നോളജിയിലോട്ട് പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലാതെ വേറെ ഏത് മേഖലയാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ ഇതൊക്കെ ചുമ്മാ വാക്കുകൾ കൊണ്ട് അവരെ അടിച്ചു തകർക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതാണ്. ഒരേ വാക്ക് സാർ, ഒരേ വാക്ക്.
ഒരേ വാക്ക്, ഞാൻ ഇതുമാറ്റി ആരും ബന്ധപ്പെട്ടില്ല. പക്ഷേ ഇത്രയും കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നു. ഈ നോക്ക് ജോലി എന്ന് പറയുന്നത്, നോക്ക് ജോലിക്ക് എല്ലാവരും എതിരാണ്. പക്ഷേ ഈ നോക്ക് ജോലി വാങ്ങിച്ചവർ എത്ര പേര് കോടീശ്വരന്മാരായി, എത്ര പേര് ബാങ്ക് ബാലൻസ് വന്നു, എത്ര പേര് കൊട്ടാരം. അതിലും വലിയൊരു ദയനീയ അവസ്ഥയുണ്ട്. നോക്കുകൂലി വാങ്ങിയ കോടീശ്വരനല്ല. പിന്നെ വേറെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നോക്കുകൂലി വാങ്ങിയ ഒരു കോടീശ്വരനല്ല പറഞ്ഞത്. നോക്കുകൂലി വാങ്ങി പണിയെടുക്കാത്ത ഒരു ശീലം ഉണ്ടാകുന്നു അവിടെ. അതുകൊണ്ടാണ് 10,000 കടന്ന തൊഴിലാളിയെ ഇപ്പോൾ 4,000 കുറഞ്ഞത്. ഈ നോക്കുകൂലിക്കാരനെ പിടിച്ചു പറയാനും ഗുണ്ടെന്നും പറയാം. അവർ എന്ത് പിടിച്ചു പറിക്കാൻ പോകുന്നു? പൈസ ചോദിച്ചതല്ലേ അവർ കുറ്റം. ഞാൻ തിരുവനന്തപുരം ജില്ലാ റെസിഡന്റ് അസോസിയേഷനിലെ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു കാര്യം, ഇപ്പോൾ ട്രേഡ് യൂണിയനുകളിലെ നേതാക്കന്മാരാണ് ഇവിടെ പലരും ഇവിടെ സംസാരിക്കുന്നത്, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളും വരുന്നത് ഈ ഗാർഹിക നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുള്ളതാണ്. കാരണം ഒരു സാധനം മാറ്റുന്നതിനുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഓരോ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും പറഞ്ഞു, ഇത് നമുക്കൊരു സൊല്യൂഷനാണ് ഇവിടെ ആവശ്യം. നിങ്ങൾ തർക്കങ്ങൾ ചിറ്റല്ലപ്പള്ളിയോ ആരുമായിട്ട് തർക്കങ്ങളല്ല നമുക്ക് ആവശ്യം. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇതിനൊരു താങ്കളെപ്പോലുള്ളൊരു സൊല്യൂഷൻ. ഞങ്ങൾക്കൊരു വീട്ടിലേക്കൊരു സാധനം മാറ്റണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ ഒരു ഗവൺമെൻറ് റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ താങ്കളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നില്ലേ? 90% തൊഴിലാളികളൊന്നും തയ്യാറാണ്. 10% തൊഴിലെടുക്കുവാൻ ഈ മേഖലയിൽ ശ്രമിക്കുകയാണ്. മുൻ മന്ത്രി പറഞ്ഞ ഒരു തീരുമാനത്തിനും ഞാൻ യോജിക്കുന്നത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അംഗീകരിക്കപ്പെട്ട ട്രേഡ് യൂണിയൻ ഉള്ള സ്ഥലങ്ങളിലും ചുമട്ടുതൊഴിലാളി നിയമം പാസ്സായ സ്ഥലങ്ങളിലും യാതൊരു പ്രശ്നവും നോക്കുകൂലിയും വരുന്നില്ല. കേരളത്തിൽ എല്ലായിടത്തും പാസ്സാണ്. ഒരാളാണ് ഞാൻ. മിസ്റ്റർ ചിറ്റാപ്പിള്ള പറഞ്ഞല്ലോ, എന്തിനാണ് ഇവിടെ നിയമം കൊണ്ടുവന്ന് ചുമട്ടുതൊഴിലാളി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. തൊഴിലാളിയുടെ സംസ്കാരവും വർഗ്ഗബോധമുള്ള തൊഴിലാളി സമരം ചെയ്തെടുത്താൽ പല തൊഴിലാളികൾക്കും ക്ഷേമാനുകൂല്യങ്ങളും നിയമങ്ങളുമുണ്ട്. ചുമട്ടുകാരൻ ഇന്ന പ്രദേശത്ത് ഇന്ന പൂൾ ഏരിയയിൽ വരെ ജോലി, തൊഴിൽ തർക്കമില്ല. നോക്കുകൂലി എന്നുള്ള കാര്യത്തിൽ സർക്കാർ നീണ്ട നോട്ടങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നിലവിലുള്ള നിയമം നന്നായി നോക്കാൻ സർക്കാരിന് സാധിച്ചാൽ നോക്കുകൂലിയിലേക്ക് തൊഴിലാളികളെ മാറ്റി നിർത്തുന്ന അവഗണനയും അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നല്ല നമസ്കാരം.